അമ്മേ എനിക്കൊരു ഉമ്മ തരാൻ പറ്റുമോ? ഉമ്മ ഉമ്മ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ എൽദോബായി. അപ്പോൾ ഇരിക്കണോ, ഇത് എൻ്റെ അമ്മയാട്ടോ. ഇപ്പം അമ്മയ്ക്ക് ഏകദേശം ഒരു 10-90 അടുത്ത് വയസ്സൊക്കെ പ്രായമൊക്കെ ഉണ്ട്. പക്ഷേ പ്രഷറോ കൊളസ്ട്രോളോ ഷുഗറോ അങ്ങനെയുള്ള യാതൊരു അസുഖങ്ങളും ഇല്ല. പ്രായാധിക്യത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നടന്ന് നമുക്ക് ബാത്റൂമിൽ പോവുക, അങ്ങനെ പുറത്തോട്ടൊക്കെ പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു 1.25 വർഷം മുമ്പ് ഒരു അമ്മ ഇങ്ങനെ ആയിരുന്നു. അപ്പം അന്നേരം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചെയറാണ് ഈസി ഫിറ്റ് ചെയർ എന്ന് പറയുന്നത് ഫസ്റ്റ്. അപ്പം അതിനുശേഷം കുറച്ചും കൂടിയൊക്കെ ആരോഗ്യം ഒന്ന് ക്ഷയിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്മയ്ക്ക് അതിനകത്ത് ഫസ്റ്റ് ചെയറിൽ കയറാനൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈസി ഫിറ്റ് ചെയർ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഈസി ഫിറ്റ് ചെയർ സെക്കൻഡിലാണ് ഇപ്പോൾ നമ്മൾ അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ പ്രവർത്തിക്കുന്ന ഈസി പ്രൊഡക്റ്റ് കമ്പനി ഒട്ടനവധി ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഈസി പിക് ചെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി പിക് ചെയർ. ഈ ഈസി പിക് ചെയറിന് 2 സീറ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് ബാത്റൂമിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്, ഹോളുള്ള ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വേറെ ഒരെണ്ണം നമ്മൾ കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അന്നേരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഹോളില്ലാത്ത ഒരു സീറ്റും ഈസി പിക് ചെയറിനുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി പിക് ചെയർ ഉപയോഗിച്ച് നമുക്ക് ആളുകളെ രോഗികളെ കയറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഇതേപോലെ ബെഡിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ട് നമ്മൾ ബാക്ക് സൈഡിലായിട്ട് ആളുടെ ബാക്ക് സൈഡായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ആളെ നമ്മൾ ഇതേപോലെ പിടിച്ച് പതുക്കെ എഴുന്നേൽപ്പിച്ച് ഇതേപോലെ പതുക്കെ പൊക്കി നമ്മളിങ്ങനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കയറ്റി കട്ടിലേക്ക് ആ സീറ്റിലേക്ക് ഇരുത്തുകയാണ് ചെയ്യണേ. നമ്മുടെ ഈസി പിക് ചെയർ ഇതേപോലെ കൊണ്ടുവന്ന് നമ്മൾ പിടിത്തിയിട്ട് കട്ടിന്റെ അടിയിലേക്ക് കയറ്റിയതിന് ശേഷം ഇങ്ങനെ പതുക്കെ അടുപ്പിച്ചിട്ട് നമ്മള് ഹൈഡ്രോളിക്കിന് പതുക്കെ ഇതിങ്ങനെ കുറച്ച് കൊടുക്കും. അതിനുശേഷം നമ്മള് അതാണിങ്ങനെ പൊങ്ങി ആയിട്ട് നമ്മൾ ബാക്കില് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ബാക്ക് സപ്പോർട്ടിനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ പതുക്കെ സാവധാനം വലിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കിനി ബാത്റൂമിൽ പോകാന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹൈറ്റൊക്കെ നമുക്ക് കുറച്ച് പതുക്കെ കുറച്ച് കൊടുത്ത് ഇതേപോലെ ചില ബാത്റൂം താണാണ് നിൽക്കണമെങ്കിൽ ചെറിയൊരു റാമ്പ് ഉണ്ട്. ആ റാമ്പ് ചെയ്ത് കൊടുത്ത റാമ്പിൽ കൂടി പതുക്കെ ഇതേപോലെ നമ്മള് സാവധാനം കൊണ്ടുവന്ന് നമ്മൾ ക്ലോസറ്റിന്റെ മേളിലേക്ക് വെക്കണം. ക്ലോസറ്റിന്റെ മേളിൽ പോയി ക്ലോസറ്റിലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഷവർ എടുക്കുക. ഷവർ എടുത്തിട്ട് കുളിപ്പിച്ച് എല്ലാം റെഡി ആക്കിയതിന് ശേഷം വീണ്ടും അവിടുന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ബാത്റൂമിലാകുമ്പോൾ കുളിപ്പിക്കുമ്പോൾ നമുക്ക് വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ തുരുമ്പെടുക്കും എന്നുള്ളതോ അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗം അലൂമിനിയവും മേളുഭാഗം 304 സ്റ്റെയിൻലെസ് സ്റ്റീലും വെച്ചിട്ടാണ് ഇത് ഫുള്ള് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് ഇരുമ്പിന്റെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നടിഞ്ഞു എന്നുള്ളത് കൊണ്ട് യാതൊരു കംപ്ലൈന്റ് ഈ പ്രൊഡക്റ്റിന് ഉണ്ടാവത്തില്ല. അതിനുശേഷം ബാത്റൂമിലെ വർക്കെല്ലാം തീർന്നതിന് ശേഷം ഇതേപോലെ തന്നെ സാധാരണ നമ്മള് എടുക്കുക. അതിനുശേഷം നമുക്കിപ്പോ പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകണം, അവരെ പുറം സൈഡൊക്കെ ഒന്ന് കാണിക്കണം, ഹാളിലൂടെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതേതുപോലെ തന്നെ ആളെ കൊണ്ടുവന്ന് ഇതേപോലെ നമ്മള് ബെഡിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ നമ്മൾ ഹൈറ്റൊക്കെ ബെഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഹൈറ്റ് നമ്മൾ ഇതേപോലെ പഴയതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പുറത്ത് ഹൈറ്റ് അടിയിലേക്ക് കയറ്റി അവിടെ ഇരുത്തിയതിനു ശേഷം നമ്മൾ ആ ബാക്ക് ടെസ്റ്റ് അതൊക്കെ കൂടി മാറ്റുക. ഇതേപോലെ എന്നിട്ട് നമ്മൾ മാക്സിമം താത്തി കൊടുക്കുക. അതിനുശേഷം 4 ചെയിനുകൾ നമ്മളിങ്ങനെ അൺലോക്ക് ചെയ്ത് നിർത്തുക. ഇതേപോലെ നമ്മൾ എടുത്ത് മാറ്റി ചേർക്ക മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി വർക്കുകളെല്ലാം കഴിഞ്ഞു സുഖമായിട്ട് കുളിപ്പിച്ച് നല്ല സുന്ദരിയാക്കി കൊണ്ടുവന്നു. ഇനി നമ്മൾ കട്ടിലേക്ക് കിടത്താൻ പോവാണ്. അത് പഴയതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ പൊക്കി സാവധാനം നമ്മളിങ്ങനെ എടുത്ത് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പതുക്കെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് പതുക്കെ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ അങ്ങ് കിടത്തി. വളരെ സിമ്പിളായിട്ട് രോഗികളെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ തിരിച്ചു കൊണ്ടൊക്കെ കിടത്തി. അതാണ് ഈസി പിക് ചെയർ.